ഈ നല്ല പകൽവേളയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവമായ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ദൈവമായ കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മുടെ മേൽ പകർന്ന് നമ്മെ സമൃദ്ധിയോടെ നടത്തുന്ന ദൈവികമായ എല്ലാ പരിപാലനങ്ങളെ ഓർത്ത്, കരുതലുകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവികമായ വിടുതലുകളും നന്മകളും നമ്മുടെ മേൽ സർവശക്തനായ കർത്താവ് പകർന്ന് നമ്മെ സമൃദ്ധിയോടെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. നാം വായിച്ച സങ്കീർത്തനം എത്ര വാക്യങ്ങളുണ്ട്? തിരിച്ചു നോക്കാം. 50 വാക്യം. ദൈവം അനുവദിച്ചാൽ നമ്മൾ 3 ആഴ്ച കൊണ്ട് ആ സങ്കീർത്തനം ചിന്തിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയായതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ സഹായിക്കട്ടെ. നാം വായിച്ച സങ്കീർത്തനം ഒത്തിരി പ്രാർത്ഥനകളും ദൈവികമായ ആശ്വാസങ്ങളും ഒക്കെ നിറയപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ 18-ാം സങ്കീർത്തനത്തിൽ ഈ ഭക്തന്റെ തിരിച്ചറിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തന്റെ തിരിച്ചറിവ്. എന്താ തന്റെ തിരിച്ചറിവ് എന്നറിയാമോ? 1-ാം വാക്യത്തിൽ തന്റെ തിരിച്ചറിവ് കിടപ്പുണ്ട്. എന്താ? ഇതാണ് ഒരു ദൈവ പൈതന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. എന്റെ ബലം ആരാണ്? എന്റെ കർത്താവാണ്. എന്റെ ബലം എന്റെ കർത്താവ്. അതുകൊണ്ട് ഭക്തൻ പറയുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നതിനപ്പുറം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം എന്റെ ബലമായതുകൊണ്ട്, എന്റെ രക്ഷയായതുകൊണ്ട്, എന്റെ ദുർഗമായതുകൊണ്ട്, എന്നെ തന്റെ ഓമന പുത്രനെ എനിക്ക് വേണ്ടി യാഗമായി നൽകിയത് കൊണ്ട്, പിതാവിന് നമ്മോടുള്ള സ്നേഹം പ്രകടമായിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തൻ പറയുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഞാൻ ആ വിഷയമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 4-ാം വാക്യമാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ഭക്തൻ തന്റെ അവസ്ഥ, തന്റെ സാഹചര്യം, താൻ കടന്നു പോകുന്ന പച്ചയായ പരമാർത്ഥം താൻ ദൈവസന്നിധിയിൽ വിളമ്പുകയാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു. എങ്ങനെ പിടിച്ചത്? തുടർന്നു പിടിച്ചു. എന്റെ പുറകെ നടന്ന് എന്നെ എന്ത് ചെയ്യുകയാണ്? മരണത്തിന്റെ കണികൾ എന്നെ തുറന്നു പിടിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ഭക്തൻ തന്റെ ഹൃദയം ദൈവസന്നിധി തുറക്കുകയാണ്. ഹൃദയം ദൈവസന്നിധി തുറക്കുക. ഇവിടെ നമ്മൾ എപ്പോഴും നേരം ചിന്തിക്കാൻ പോകുന്ന വിഷയം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു എന്ന വിഷയമാണ്. എന്താണ്? മരണപാശങ്ങൾ എന്നെ ചുറ്റി. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ ഒരു വാക്യത്തെ തന്റെ ജീവിത അനുഭവമായി താൻ വിലയിരുത്തുമ്പോൾ തന്നെ ഈ വാക്യത്തിന്റെ അതീവ പ്രാധാന്യവും ഗൗരവമുള്ള ഒരു കാര്യം, മരണപാശങ്ങൾ ദാവീദിനെ ചുറ്റിയപ്പോ മരണപാശങ്ങൾക്ക് ചുറ്റാൻ കഴിയാത്തൊരുവനെ ദൈവവചനം പരിചയപ്പെടുത്തും. നമുക്കൊന്ന് വായിക്കാം. അത് വായിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:24. Acts chapter 2 verse 24. യേശുവോ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കാണ്. മരണം അവനെ പിടിച്ച്
വയ്ക്കുന്നത്. സ്തോത്രം. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ആഴമേറിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഇതുകൊണ്ടാണ് നാം ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു പ്രയോഗമാണ്, എന്നെ ചുറ്റുന്ന മരണപാശം. എന്താ? എന്നെ ചുറ്റുന്ന മരണപാശം. എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പോസ്തല പ്രവൃത്തിയിൽ ഭക്തൻ എഴുതുകയാണ്, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഞാൻ ആരെയാണ് ആരാധിക്കുന്നത് അറിയാമോ? എന്റെ ഉയർപ്പിന്റെ നാഥൻ ആരാണെന്നറിയാമോ? മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത, പാതാളത്തിന് ഒതുക്കി വെക്കാൻ കഴിയാത്ത, ഒരു അന്ധകാര ശക്തികൾക്ക് പിടിച്ചു കുലുക്കാൻ കഴിയാത്ത, ശവക്കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത, ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു ഉയർപ്പിന്റെ നാഥാവിനെയാണ് ഈ പകൽ ഞാൻ ആരാധിക്കുന്നത്. നാം ഈ വിഷയത്തിലേക്ക് വരികയാണ്. മരണം ജീവിതത്തിന്റെ അവസാനമെന്നും നാശമെന്നും നഷ്ടമെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇന്ന് രാവിലെ ആ പുള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു പുള്ളി കൊടുക്കുന്ന ഒരു വാഗ്ദാനം, തന്റെ ഭക്തർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം കേട്ട് ഞാൻ അങ്ങ് ചിരിക്കുകയും ചെയ്തു. എനിക്ക് വല്ലാത്ത, ഇത്രയും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണോ ചിന്തിച്ചു. മറ്റൊന്നുമല്ല, താന് തന്റെ അണികളോട് പറയുകയാണ്, നിങ്ങൾക്കെന്തായാലും അടുത്ത ജന്മം ഉണ്ടല്ലോ, നിങ്ങൾക്കെന്തായാലും അടുത്ത ജന്മം ഉണ്ടല്ലോ. അപ്പൊ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഒരു പക്ഷേ ദരിദ്രനായിട്ടായിരിക്കാം ജനിക്കുന്നത്. നിങ്ങളിപ്പോ സമ്പന്നനാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടു കാശുണ്ടാക്കി, നിങ്ങളിപ്പോ സമ്പന്നനായിട്ടാണ് മരിക്കാൻ പോകുന്നത്. മരിക്കും. അടുത്ത ജന്മത്തിൽ നിങ്ങൾ ദരിദ്രനായിട്ട് ജനിച്ചാലും ഞാൻ നിങ്ങളെ സമ്പന്നനാക്കാം. അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ സ്വത്ത് 1000 കോടി രൂപ എനിക്ക് എഴുതി തന്നാൽ അതിന് 5% ഞാൻ കമ്മീഷൻ എടുക്കത്തുള്ളൂ. എത്ര പെർസെന്റേജ്? 5% കമ്മീഷൻ എടുക്കത്തുള്ളൂ. 5%, 1000 കോടിയുടെ 5% എടുത്ത ബാക്കി എത്ര ഉണ്ട്? പ്ലസ് ബാക്കി എത്ര ഉണ്ട്? ഗ്രാൻഡ് 950 കോടി രൂപ നിങ്ങൾ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം? തിരിച്ചെഴുതി തരാം. ബുദ്ധിപരമായ നീക്കോ? പുള്ളി ഒത്തിരി ഒന്നും എടുക്കുന്നില്ല, വെറും ഇത്ര കാശ് സൂക്ഷിക്കുന്നതിന്റെ ഒരു കമ്മീഷൻ മാത്രം. നിങ്ങൾ ചിരിച്ചു. എന്നാ സതീഷ് സാറെ, ഇത് കേട്ടിട്ട് കോടികൾ പുള്ളിക്ക് കൊടുത്ത മിടുക്കന്മാരുണ്ടെന്ന്. ഇത് കേട്ടിട്ട് 1-2 കോടിയൊന്നും അല്ല, പുള്ളിക്ക് സ്വന്തം രാജ്യവും സ്വന്തം കറൻസിയും ഉള്ള ഒരു ദൈവമാണ്. പുള്ളി ഒളിവില്ല, പുറത്തിറങ്ങിയ ജയിലിൽ പോകും. അതുകൊണ്ട് പുള്ളി ഒളിവില്ല, പക്ഷെ പുള്ളിക്ക് സ്വന്തം രാജ്യമുണ്ട്, സ്വന്തം കറൻസിയും ഉണ്ട്. ഇത്രയും ജീവിതത്തിന്റെ പരമാർത്ഥം അറിഞ്ഞിട്ട്, ഇത്രയും ജീവിതത്തിന്റെ പരമാർത്ഥം അറിഞ്ഞിട്ട് ഒരു സ്ത്രീ വ്രതം എടുക്കുന്നത് ഞാൻ കണ്ടു. വ്രതം എടുക്കുന്നത് നിങ്ങളൊരു നിമിഷം കണ്ട. വ്രതം എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അടുത്ത ജന്മത്തിൽ എനിക്ക് ഈ അച്ഛനെ തന്നെ ഭർത്താവായി കിട്ടാൻ. ഭർത്താവ് കഴിച്ചോണ്ടിരിക്കുക, പുള്ളിക്കാരിയോട് എന്തോ ഉണ്ടെന്ന് ചോദിച്ചു വാ തുറന്നപ്പോ ഈ ഭാര്യയുടെ വായിലോട്ട് ഭർത്താവ് കയ്യിലിരിക്കുന്ന ഒരു ആഹാര വസ്തു വായിലോട്ട് തിരികെ വെച്ചിട്ട് പറഞ്ഞു, അടുത്ത ഈ ജന്മം കൊണ്ട് എനിക്ക് മതിയായി, അടുത്ത ജന്മം കൊണ്ട് നിന്നെ വഹിക്കാൻ എനിക്ക്. ഇങ്ങനെ ലോഹമാണ്. നമ്മൾ ഭയങ്കര കുട്ടിക്കുറ ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും പലതും വഹിച്ചും സഹിച്ചും പുറത്തും അങ്ങ് പോവാ. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ ആശയം, അടുത്ത ജന്മമൊന്നുമില്ല, ഒറ്റ ജന്മമേ തിരുവചനം മനുഷ്യന് കൊടുക്കുന്നുള്ളൂ. ശരീരത്തിൽ ഇരിക്കുന്ന ഒറ്റ ജന്മം, അത് നല്ലതാകിലും അത് തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ എഴുന്നേൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നു. അത് അടുത്ത ജന്മത്തിൽ കാളയും പശുവും ഇവിടെ ഒന്നുമായിട്ടൊന്നും ജനിക്കാനല്ല, മനുഷ്യപുത്രന്റെ നാളിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസം. ആ ദിവസം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ എന്തിനെ ഭയക്കേണ്ട കാര്യമില്ലെന്നറിയാമോ? ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തൻ പറയും, മരണപാശങ്ങൾക്ക് എന്നെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. പാശം എന്ന വാക്കിന് ഈ വേട്ടക്കാരെ
കെണിക്കുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പാശം. അത് വലയെന്ന് വരാം, കയറെന്ന് വരാം, കുടുക്കെന്ന് വരാം, ഇത്യാദി അർത്ഥങ്ങളുണ്ട്. എന്തിനുപയോഗിക്കുന്നതാ? വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നതാ. അപ്പം ദാവീദ് ഇവിടെ പറയുക, അയ്യോ എന്നെ എങ്ങനാ മനുഷ്യൻ ചുറ്റി വളയുന്നേ? ഒരു വേട്ട മൃഗത്തെ പോലെ. എങ്ങനാ? ഒരു വേട്ട, ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു മനസാക്ഷിയില്ല. കിട്ടിയാൽ എന്നെ ഇല്ലാതാക്കാനാണ് എന്നെ ചുറ്റി വളയുന്നത്, ഇല്ലേ? ചുറ്റി വളയുന്നത്. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്ന ഒരു പ്രയോഗമാണ്, മരണപാശങ്ങൾ എന്ന മരണത്തിന്റെ കയറിനെ, ഇതിന്റെ ഭയാനകത എന്ന കയറിനെ ക്രിസ്തു തന്റെ ജീവിതത്തിൽ ക്രൂശിൽ കർത്താവ് ചൊരിഞ്ഞ ചുടുനിണത്താൽ അവൻ മരണപാശങ്ങളെ അഴിച്ചു. അതുകൊണ്ട് ഭക്തൻ പറയുന്ന ഒരു പ്രഖ്യാപനമാണ്, മരണത്തിന്റെ കുടുക്കുകളിൽ നിന്നെ മോചിപ്പിച്ചത് എനിക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിഞ്ഞ ചുടുനിണമാണ്. മരണഭാഷകൾ അഴിക്കുന്ന ആ സമയത്ത്, ആ ഒരു മൂമെന്റിൽ കർത്താവ് ഗെത്സമനെ പ്രാർത്ഥിക്കാൻ പോയ ഒരു അവസ്ഥ നമുക്കറിയാം. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പോയത്? താന് തന്റെ ശിഷ്യഗണത്തെ മാറ്റിയിരുത്തി താൻ ഗെത്സമനെ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്റെ പ്രാർത്ഥനയിൽ വേർപ്പ് തുള്ളികൾ എന്തായി വന്നു? എന്തായിട്ട് വന്നു ചുമലെ? ചോരത്തുള്ളികൾ, വേർപ്പ് വരുന്ന വേർപ്പ് തുള്ളികൾ. അവ എത്രത്തോളം പ്രാണവേദനയിലാണ്. എന്തിനാണ്? താൻ പ്രിപ്പയർ ചെയ്യുക, തന്നെ തന്നെ ഒരുക്കുക. യേശു തന്നെ പിടിക്കാൻ വന്നവർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. യേശു പറഞ്ഞൊരു പ്രയോഗം, ആ കുറുക്കനോട് പോയി പറയാനൊരു പദം, അത് വല്ലാതെ വെല്ലുവിളിക്കുന്നൊരു പദമാണ്. ഞാൻ ഇന്നും നാളെയും ഇവിടെ തന്നെ ഉണ്ട്. നാഴിക വരുന്നതിന് മുമ്പേ, പിതാവാം ദൈവത്തിന്റെ നാഴിക വരുന്നതിന് മുമ്പേ, യേശുക്രിസ്തുവിന്റെ സമയം വരെ പിടിക്കാൻ ഒരുത്തർ ഒരുങ്ങിയാലും സമയമാകുന്നതിന് മുമ്പേ എന്നെ തൊടാൻ ആർക്കും പറ്റില്ല. ഹലോ, യേശു പറയാം, ഞാൻ നാളെ ഇവിടെ ഉണ്ട്, ഇന്നും നാളെ ഇവിടെ ഉണ്ട്. കുറുക്കനോട് പോയി പറ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഉപായിയോട് പിടിക്കാൻ ചുറ്റി നടക്കുന്നവരോട് പറ ഞാൻ ഇവിടെ ഉണ്ട്. എന്നാൽ ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികളെ ആക്രമിക്കാൻ ശീമോൻ തന്റെ സ്വന്തം ഉണ്ടായിരുന്ന കത്തി എടുത്ത് വീശി കർത്താവ് പറഞ്ഞു, അരുത്, ഇതെന്റെ നാഴികയാണ്. ഒരു കാര്യം പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ നാഴിക വരെ ഒരു മനുഷ്യനും നമ്മെ തൊടാൻ കഴിയുകയില്ല. കർത്താവിന്റെ നാഴിക വരെ എന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ഒരു മരണപാശങ്ങൾക്കും ഒരു വേദനകൾക്കും എന്നെ പിടിച്ചൊതുക്കാൻ കഴിയുകയില്ല. കാരണം ഇന്നേക്കിരുന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ എനിക്ക് വേണ്ടി ചുടുനിണം ചൊല്ലി അവന്റെ രക്തത്ത് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ മരണത്തിന്റെ പിടിയിലായപ്പോ എന്റെ കണ്ണ് ഞാൻ ഉയരത്തിലേക്ക് ഉയർത്തി. കർത്താവേ, നീ ഇത് കാണുന്നുണ്ടല്ലോ, നീ ഇത് അറിയുന്നുണ്ടല്ലോ, ഈ അവസ്ഥയിലൂടെ ഞാൻ പോകുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് കേട്ട കർത്താവ്, ഇല്ല മോനെ, നീ ഇതിനകപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇതിനകത്ത് ഞാൻ മുക്കിപ്പോയാൽ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ഇതിന്റെ കയറുകള് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്രൂശിൽ തകർത്തതാണ്. മരണത്തിന്റെ ഭാഷ എന്നെ പിടിക്കുകയാണ്. വലയെറിഞ്ഞ് കാത്തു നിൽക്കുന്ന വേട്ടക്കാരന്റെ കൈകളിൽ നിന്നെറിയപ്പെട്ട വല പോലെ, കെണി പോലെ പിടിച്ചൊതുക്കാൻ നിൽക്കുന്ന, പിടിച്ചു വലിക്കാൻ നിൽക്കുന്ന, മുറുക്കാൻ നിൽക്കുന്ന ചില പ്രാശങ്ങൾ നമുക്ക് നേരെയുണ്ട്. ചില ശത്രുവിന്റെ തന്ത്രങ്ങളും അതിന്റെ പദ്ധതികളും ക്രിസ്തീയ ജീവിതത്തിൽ നേരെ വെല്ലുവിളിക്കുന്നുണ്ട്.
ദാവീദ് പറയുന്നു, എന്റെ ചുറ്റും ഒരു മരണക്കെണിയുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാൻ ഒരു മരണക്കെണിയുണ്ട്. എന്നാൽ ഈ കെണിയിൽ ഞാൻ അകപ്പെടാതിരിപ്പോൾ തന്റെ തൂവലുകൾ കൊണ്ട് അവനെ മറയ്ക്കുകയാണ്. തന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. അതുകൊണ്ട് ആ ഭക്തൻ പറയുന്നത്, ഈ നിസ്സഹായ അവസ്ഥയിൽ, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, നിങ്ങൾക്കറിയാമോ ഐസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലിഞ്ചു കറക്റ്റ് പറഞ്ഞു. ഐസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ ഒരു തുള്ളി വെള്ളം കൊടുത്തില്ലേലും ഐസിയിൽ ഒരു കരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഓടി 2 എണ്ണം കൊണ്ടുതരും. എന്താ കാര്യം? പാവലിരിക്കുക. എന്നാൽ ഐസി എന്ന വാക്കിന് നിർത്തം എന്ന് പറയാ. അല്ലേ ഐസി എന്തോ? ഐസി എന്ന വാക്കിന്റെ അർത്ഥം മർമ്മം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഐസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഐ സി യു, ഞാൻ നിന്നെ കാണുന്ന ഇടം. ആരെ കാണുന്ന ഇടം? ഞാൻ ദൈവത്തെ കാണുന്ന സ്ഥലമാണേത്. ഐ സി യു. എവിടെ ചെന്നിട്ടും ഗുണപ്പെട്ടില്ലെങ്കിലും ഗുണപ്പെടുത്തേണ്ടവനെ കൊണ്ടിട്ട് പെടുത്തി ഗുണപ്പെടുത്തുന്ന ഒരിടമാണ്. കയ്യും കാലും പഠിക്കുക, ശ്വസിക്കാനും വെള്ളം കൊടുക്കണം വിചാരിച്ചാലും പറ്റും. ഐ സി യു, ഞാൻ നിന്നെ കാണുക. എത്ര പേര് അതിനകത്ത് ഈ കൊറോണ സമയത്ത് വെന്റിലേറ്ററിൽ കയറിയ പല മിടുക്കന്മാരെ എനിക്കറിയാം. പലരും പറയും, എന്റെ പൊന്നു വാസേ, ജീവനുണ്ട് അതിനകത്ത് കയറല്ല. എന്തുകൊണ്ട് ഇറങ്ങി വന്നവര് പറയാ. എന്നാൽ ഒരു കാര്യം ഓർത്തോണേ, ഞാൻ പോകുന്ന എല്ലാ അവസ്ഥയിലും എന്നെ ചുറ്റി വളയുന്ന സകല ജീവിത അവസ്ഥകളാണ്. ഞാൻ എന്റെ ദൈവത്തെ കാണണം. എന്റെ അവസ്ഥകൾ ഞാൻ ദൈവത്തെ കാണണം. ഈ അവസ്ഥ കണ്ട ഭക്തൻ 18-ാം സംഘത്തിലെ 6-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, എന്റെ കഷ്ടതയെ ഞാൻ യഹോവയെ വിളിച്ചു. എന്റെ കഷ്ടത ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ അവസ്ഥയുടെ നടുവിൽ എന്താണ് ഒറ്റ മാർഗം, ഒറ്റ മൂലി ഞാൻ പറഞ്ഞു തരാം. വേറെ എങ്ങും പോകണ്ട. ഒരു വാതിൽ നീ മുട്ടാൻ പോകണ്ട. നിനക്ക് മുട്ടാൻ കഴിയുന്ന ഒരു വാതിൽ ഉയരത്തിലുണ്ട്. എനിക്കൊരു ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. എന്റെ കാര്യം തീർക്കുന്നവൻ ഉയരത്തിലുണ്ട്. മുഴങ്കാൽ മടക്കി അവന്റെ മുഖത്തേക്ക് നോക്ക്. ഭക്തൻ പറയുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ ഇങ്ങോട്ട് നോക്കി മോനിച്ചായ സ്വർഗത്തിലേക്ക് നോക്കാൻ ഒരു കാരണമുണ്ട്. വേറെ എങ്ങും സഹായമില്ലെങ്കിലും പല സഹായ ഹസ്തങ്ങളും പിൻവലിക്കപ്പെടുമ്പോ, പല മുഖങ്ങളും തിരിക്കപ്പെടുമ്പോ, പല ആശ്രയങ്ങളും അസ്തമിക്കപ്പെടുമ്പോ, പലരും കണ്ടില്ലെന്ന് നടിക്കുമ്പോ എന്നെ ഉയരത്തിലുണ്ട്. ശ്രദ്ധിക്കണേ, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ജീവിതാവസ്ഥകളിൽ, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത, പറഞ്ഞിട്ടും കാര്യമില്ല, സംസാരിച്ചിട്ടും കാര്യമില്ല, തീർപ്പ് വരാൻ കഴിയാത്ത വിഷയങ്ങളുമായി പാശം പോലെ ചുരുട്ടി വളയുന്ന, കെണികൾ പോലെ മുറുക്കുന്ന വിഷയങ്ങളുമായി ഈ പകൽ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവത്തിന്റെ മക്കളെ, നിന്നോട് ദൈവത്തോട് പറഞ്ഞു, നിനക്ക് പരിഹാരം വരുന്ന ഒരിടമുണ്ട്. നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരിടമുണ്ട്. ദൈവമക്കളെ, ദൈവഭക്തന്മാർക്കും പ്രതിസന്ധി വരും, പരീക്ഷകൾ വരും. എന്നാൽ ഈ പരീക്ഷയിൽ അവൻ ഒറ്റയ്ക്കല്ലെന്നൊരു ബോധ്യം നമുക്ക് വേണം. ഈ കഷ്ടതയുടെ താഴ്വരെ ഞാൻ നടക്കേണ്ടി വന്നാലും 23-ാം സംഘത്തിൽ 4-ാം വാക്യത്തിൽ ഭക്തൻ വിളിച്ച് പറയുന്നു, Even though I walk through the valley of the shadow of death, മരണനിഴൽ താഴ്വരെ കൂടി നടക്കേണ്ടി വന്നാലും, കൂരിരുൾ താഴ്വരെ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും, ഇവിടെ ഭക്തരുടെ മരണത്തിന്റെ ഭാഷകൾ എന്നെ ചുരുക്കുന്ന, എന്നെ വല്ലാതെ മുറുക്കുന്ന, എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല.
ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. ഇന്ന് പകൽ എത്ര പേർ ഉള്ളുന്നുണ്ട് വിശ്വാസത്തോടെ പറയാൻ, കർത്താവേ, ഞാൻ പോകുന്ന എല്ലാ ഇടങ്ങളിലും അത് കണികൾ ഉറുക്കുള്ള അവസ്ഥയാണെങ്കിലും, പ്രതികൂലങ്ങളുള്ള അവസ്ഥയാണെങ്കിലും, മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും, മനുഷ്യന്റെ സഹായങ്ങൾ വ്യക്തമാകുന്ന ഇടമാണെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ, പ്രതിസന്ധികളിൽ ഭയം തോന്നുന്നത് വിശ്വാസക്കുറവിന്റെ കാരണമൊന്നുമല്ല. നമ്മൾ പറയുന്നത് നിന്റെ വിശ്വാസക്കുറവാണെന്നല്ല. പ്രതിസന്ധികളിൽ ഭയം തോന്നുന്നത് സാധാരണമാണ്. എന്നാൽ ആ ഭയത്തിൽ ആഴ്ന്നു പോകുന്നതല്ല. ആ ഭയത്തിന്റെ നടുവിൽ തിരുവചനം കൊടുക്കുന്നു, കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ പോകുന്ന എല്ലാ വഴികളിലും ഞാൻ ഏകനല്ല. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നൊക്കെ മനുഷ്യൻ പറയും, എന്റെ കൂടെ ആരുമില്ലെന്നൊക്കെ മനുഷ്യൻ പറയും, നീ ഒറ്റയ്ക്കെന്നൊക്കെ മനുഷ്യൻ പറയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, സകല ജലാജലങ്ങളിൽ തന്റെ വാക്കിനാൽ ഉളവാക്കിയവൻ എന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഭക്തൻ പറയുന്നൊരു പ്രയോഗമാണ്, മരണഭാഷകൾക്ക് എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലെന്ന്. മരണഭാഷകൾ പിടിക്കാതിരിക്കണമെങ്കിൽ ഒന്ന്, ദൈവവചനം എന്റെ ഉള്ളിലേക്ക് വരണം. വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ ഈ മരണഭാഷകളെ തോൽപ്പിക്കാൻ കഴിയൂ. എന്തിനു ഉറച്ചു നിൽക്കണം? ദൈവവചനത്തിൽ. എന്നെ സമയം തോറും നാഴിക തോറും എന്റെ അതരം തുറന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്, അവൻ എന്റെ വഴി അറിയുന്നു. 37-ാം സംഘത്തിലെ 23-ാം വാക്യത്തിന് വാക്യമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഇന്ന് മകൾ മനുഷ്യൻ പറയും, നിന്നെ ചുറ്റി വളയുകയാണ്, നിനക്ക് പുറത്തു വരാൻ കഴിയുകയില്ല. എന്നാൽ നിന്നെ നോക്കി ദൈവം പറയും, അല്ല അല്ല, നീ ഒറ്റയ്ക്കല്ലോ, നീ ദൈവത്തിനോട് സമർപ്പിക്കുക, ദൈവഹിതപ്രകാരം ജീവിക്കുക, നീ ഏകനല്ലോ. ആര് വഴിയാകട്ടെ, ആര് വെല്ലുവിളിക്കട്ടെ, ആരെതിരാകട്ടെ, നിന്റെ കൂടെ ദൈവമുണ്ട്. മരണഭാഷകൾ എന്റെ ചുറ്റും വരുമ്പോഴേ യേശു തന്റെ ശിഷ്യഗണത്തോട് ഗതസമനെ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക. ഈ ഉപദേശം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരണത്തിന്റെ ഹസ്തങ്ങൾ എന്നെ വല്ലാതെ പിടിച്ചു മുറുക്കുമ്പോഴേ, ഞാനായിരിക്കുന്ന അവസ്ഥകൾ മരണഭാഷകൾ എന്നെ പിടിച്ചു മുറുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഭക്തൻ പറയുന്നത്. മത്തായി 26:41 യേശു പറയുന്ന ഒരു പ്രയോഗമാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ ഉണര്. സമയത്തായിട്ടുള്ള വാക്കുകളൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. സ്തോത്രം. ഞാൻ ആ വിഷയത്തിൽ ഓടി വരട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉറങ്ങിയാ പോരാ, ഞാൻ ഉണരണം. മരണഭാഷകളിൽ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ യേശു ഗതസമനയിലെ പ്രാർത്ഥന നമുക്കറിയാം. വേദനയോടാ, നൊമ്പരത്തോടാ യേശു പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്താ യേശു പറയുന്ന പ്രയോഗം? ഇതാവേ 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 കഴിയുമെങ്കിൽ ഈ പാനപാത്രം അടുപ്പത്തിലോ എങ്കിലും എന്റെ ഇഷ്ടമല്ല. ഇന്ന് പകൽ നമ്മൾ പാടാറുണ്ട്, എന്റെ ഹിതം പോലെ നടത്തണമേ, നമ്മൾ നടത്തരുതെന്നാണ്. എന്റെ ഹിതം പോലെ നടത്തരുത്, തിരുഹിതം പോലെ എന്നെ നയിക്കണേ. ജീവിതപാതയിൽ ഞാൻ പതറാതെ
ആ സ്വർഗ്ഗഭവനം എത്തുന്നവരെ ഈ പല പ്രിയ ദൈവമക്കളെ, എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ വില കൊടുക്കേണ്ടത്, എന്റെ സ്വപ്നങ്ങൾക്കല്ല ഞാൻ വില കൊടുക്കേണ്ടത്, എന്റെ ആശയങ്ങളും എന്റെ ആശ്രയങ്ങളും ഒരു പക്ഷേ വന്നെന്ന് വരാം. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, തളരാത്തൊരു കൈ എനിക്ക് ഉയരത്തിലുണ്ട്, കുടയാത്തൊരു മുഴങ്കാൽ എനിക്കുണ്ട്, എനിക്ക് വേണ്ടി സദാ ജീവിച്ചിരിക്കുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരനുണ്ട്. അതുകൊണ്ട് ഭക്തൻ പറയുന്നു, നാം നമ്മുടെ ജീവിതത്തിൽ ഉണരണം, പ്രാർത്ഥനയിൽ ഉണരണം, ആരാധനയിൽ ഉണരണം, കൂട്ടായ്മകളിൽ ഉണരണം, ഉത്സാഹം കാണിക്കണം, മടുക്കരുത്. എബ്രാലേഖനത്തിൽ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. എബ്രാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യം, 5-ാം അധ്യായം 7-ാം വാക്യം, ക്രിസ്തു തന്റെ ശ്രദ്ധിച്ചേ. ഇവിടെ ആരാ പ്രാർത്ഥിക്കുന്നത്? ചോദിക്കാനാ ആരാ പ്രാർത്ഥിക്കുന്നത്? വിശുമാവേ ആരാ പ്രാർത്ഥിച്ചത്? യേശു വരെ പ്രാർത്ഥിച്ചു. നമുക്കങ്ങോട്ട് ആര് വരെ പ്രാർത്ഥിച്ചു? സിനിമാമേ യേശു വരെ പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? എന്തിനാ വരെ പ്രാർത്ഥിച്ചേ? യേശു പ്രാർത്ഥിച്ചേ? യേശു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. ആരാണോ പ്രാർത്ഥിച്ചേ? എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? ജീവിച്ചിരിക്കുമ്പോഴാണ്. ജീവൻ പോയ ശേഷം പ്രാർത്ഥിച്ചുള്ള ഒരു കാര്യമില്ല. യേശു വരെ പ്രാർത്ഥിച്ചു. എന്തോ യേശു പ്രാർത്ഥിച്ച സജീവതയെ തന്റെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും അഭയാചന കഴിക്കുകയാൽ ഇത് പകൽ ഞാൻ ആയിരിക്കുന്ന എന്റെ അവസ്ഥയിൽ ഞാൻ എന്തോ ചെയ്യണം? വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന് പ്രാർത്ഥിക്കണം? വിടുതൽ ഉണ്ടാകേണ്ട ചില വിഷയങ്ങൾ, ഞാൻ പോരാടേണ്ട ചില വിഷയങ്ങൾ, ഞാൻ അതിനെ മറുപടി നേടേണ്ട ചില വിഷയങ്ങൾ, എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കണം. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കണം. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്നെ ചുറ്റി പറയാൻ നിൽക്കുന്ന മരണത്തിന്റെ ഭാഷകളിൽ ഞാൻ ഉണർന്നിരുന്ന് ജാഗരിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് മുന്നേറ്റം നടക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്. എന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു അനർത്ഥം എനിക്ക് ഭരിക്കാനില്ല. ദൈവജനം കൊടുക്കുന്ന ഒരു ഉത്തരമാണ്. അവസ്ഥകളുടെ നടുവിൽ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് നാലാമത്തെ പ്രധാന വിഷയം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ നാലാമത്തെ പ്രധാന വിഷയം, യഹോവ ഭക്തിയുള്ളവരുമായി നമ്മുടെ സമ്പർദ്ധമാകണം, കൂട്ടായ്മയാകണം. നാലാമത്തെ പ്രധാന വിഷയം, പരിശുദ്ധാത്മാ നൽകുന്ന മുന്നറിയിപ്പുകൾ നാം അവഗണിക്കരുത്. എന്തോ അവഗണിക്കരുത്? പരിശുദ്ധാത്മാ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. നമ്മോട് ദൈവാത്മാ ചില ആലോചനകൾ അറിയിക്കും, വചനത്തിൽ കൂടെ നമ്മോട് ഇടപെടും. നീ ഇത് ചെയ്യരുത്, നീ ഇതിലെ പോകരുത്. എന്നാൽ നമ്മളത് അവഗണിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് ചെന്നകപ്പെടുന്നേ? മരണപാശത്തിലേക്കാണ്. കേരളത്തിൽ ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടതാണ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കാണിച്ച കോർപ്പറേറ്റ് 13 വയസ്സെന്ന് വെച്ചാൽ എത്ര ക്ലാസ്സിൽ പഠിക്കാം? 8ാം ക്ലാസ്. ഇത്രേ ഉള്ളൂ പ്രായം. എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നിയത്, ഇവളെന്തൊരു ക്രിമിനൽ ബുദ്ധിയോടെ കാര്യം ചെയ്തേ. കൂടുതലൊന്നും പറഞ്ഞില്ല, ചെറിയൊരു കാര്യം, ചെറിയൊരു വിഷയം. എന്നാൽ ഇതിന്റെ നടുവില് കേരളം മുഴുവൻ കത്തി നിൽക്കുന്ന പലരും അഭിപ്രായം പറയുന്ന ഒരു വിഷയമാണ്. പലതും പലയിടത്തും കത്തിക്കൊണ്ടിരിക്കുക അറിയാത്തോണ്ടാ. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വഷളാണ് ഈ ലോകം. നമ്മൾ മനസ്സിരുത്തുന്നതിനേക്കാൾ വഷളാണ്. ഒരാളെ കൊല്ലുന്നത് വീഡിയോ കോളിൽ കൂടെ കണ്ടിട്ടും, സ്വന്തം വല്യപ്പച്ചനെ കൊല്ലുന്നത് വീഡിയോ കോളിൽ കൊണ്ട് കണ്ടിട്ടും
അത് കണ്ട് മരണം സ്ഥിരീകരിക്കുന്നിടം വരെ അത് കണ്ടോണ്ടിരുന്നത്. ഇതൊരു മാരകമായ അവസ്ഥയാ, മൃഗീയമായ അവസ്ഥയാ. ദൈവമക്കളെ, ഒരു കാര്യം തിരിച്ചറിയണം, നമ്മൾ ദൈവാശ്രയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞുങ്ങള് പരിശുദ്ധാത്മാവിൽ നിറയുന്ന തലത്തിലേക്ക് എത്തണം, അവസ്ഥയിലേക്ക് എത്തണം. അവരിൽ ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ ചിന്തകൾക്ക് അപ്പുറം അവരിൽ ദൈവാത്മാവിന്റെ പരിവർത്തനമേറിയ, പവിത്രമേറിയ സാന്നിധ്യം അവരിൽ നിലനിൽക്കണം. കേരളത്തിൽ ഗെയിമിനകത്ത് ഇന്നലെ 3 കുഞ്ഞുങ്ങളാണ്, ഒരു കുടുംബത്തിലെ 3 പേരാണ് ഒരുമിച്ച് മരണപ്പെട്ടത്, കൊല്ലം ചെയ്യപ്പെട്ടത്. എന്താ കാര്യം അറിയാമോ? EMI സാധനം മേടിച്ചു, തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മെ അറിയാൻ പോവാം. എന്ത് ചെയ്യാ പിള്ളേരെ? ഗെയിം കളിച്ച് എത്ര പേര് മരണപ്പെടുന്ന അറിയാമോ? ഈ കേരളത്തിൽ ഗെയിം കളിച്ച് ആരുമില്ല. ജീവിക്കകത്ത് വാർത്തയ്ക്കകത്ത് പറയുന്നത് മാരകമാണ്. ഒരിക്കൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ടൈം പാസിന് തുടങ്ങുകയാണ്. പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾ ഈ അടുത്ത് മരിച്ച നിങ്ങൾ കേട്ടായിരുന്നോ? ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾ, പിള്ളേര് ജനിച്ചു വീണ് 8 മാസം, 10 മാസം, 1 വയസ്സ്, 10 വയസ്സ്, 5 വയസ്സ്, 25 വയസ്സൊക്കെ എത്താൻ എത്ര കഷ്ടപ്പാടുകൾ, എത്ര വേദനകൾ അവർ സഹിക്കുന്നുണ്ട്. ഓരോ ദിനരാത്രങ്ങളിലും എത്ര പേരോളം മാതാപിതാക്കൾ രാത്രി ഉറച്ച കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും, നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും ഏബലിനും ജോഹാനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ആ അസ്വസ്ഥത മാറുന്നിടം വരെ കൂടെ ഇരിക്കുക. ശരീരത്തിന്റെ അവസ്ഥകൾ ചൂട് കൂടുന്നോ കുറയുന്നോ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? നമ്മുടെ പ്രാണനാണവർ, അല്ലെ? നമ്മുടെ ജീവനാണവർ. അത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കുക, അല്ലേ? പക്ഷെ അവർക്ക് നഷ്ടമായാൽ, നമ്മുടെ കയ്യെത്തും ദൂരത്തുനിന്ന് അകന്നു പോയാൽ, അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് എത്തുവാൻ, നിയോഗത്തിലേക്ക് എത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു വിശ്വാസി കഴിഞ്ഞ ദിവസം ചില വർഷങ്ങൾക്ക് എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ ഇവിടുത്തെ പെണ്ണ് കാണാൻ പോയ എന്റെ മോനെ കൊണ്ട് പോയപ്പോഴേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്നോട് ചോദിക്കുക, എന്റെ മോൻ അഭിഷേകം പ്രാർത്ഥിച്ചു. എന്താ ചോദിച്ചേ? ഇങ്ങനൊക്കെ ചോദിക്കാൻ പോകാമോ? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവരെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉത്തരം പറഞ്ഞു. ഇതുവരെ എന്റെ കല്യാണം നടന്നിട്ടില്ല. ഇത് പറഞ്ഞിട്ട് എന്റെ അറിവിൽ ഏകദേശം 5 വർഷമായി. അവന് 36 വയസ്സം കണ്ടായി. ഇപ്പോഴും പറയും, പാസേ നോക്കണേ, നല്ല പെൺപിള്ളേരുണ്ട്, പറയണേ. പണ്ടത്തെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ സ്പിരിറ്റ് ഫിൽ മാൻ ഓർ വുമൺ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെന്ന് പ്രത്യേകം എഴുതിയിരുന്നു. പണ്ട് ദൈവസഭകളിൽ ബ്രഹ്മണിക്കുന്നവൻ തൊട്ട് മേപ്പോട്ടെല്ലാം ആരായിരിക്കണം? ആദ്യം നമ്മുടെ അപ്പച്ചന്മാര് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? എന്തിന്? കൺവെൻഷന്റെ ഒരു തൂണ് കുഴിച്ചിരുന്നവനോട് അത് ചോദിക്കും. കുഴിച്ചിരുന്നതിന് കുത്താൻ ചെലവേ പറയും, നീ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളതാ, അല്ലെന്ന് പറഞ്ഞ നീ അങ്ങോട്ട് മാറിയിക്ക എന്നാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം, എന്റെ മുന്നിൽ വാസവൻ മാറി നിൽക്കാൻ പറഞ്ഞ ഇതിനകത്തൊന്നും എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ചും നിറവിനെ കുറിച്ചുള്ള അറിവുകളും പഠനങ്ങളും ഇതിന്റെ ഗൗരവതകളും നമ്മൾ മറക്കാം. ആദിമകാല സഭകളിൽ ദൈവവചനം ക്രിയ ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ടാണ് നിറഞ്ഞത്. ആശാരിയുടെ അനുഭവം ഞാൻ ഓർക്കുന്നു. താനെടുത്ത ഒരു പ്രാർത്ഥനയ്ക്ക് പോയി ആരാധിച്ച് തന്റെ മുണ്ടൻ കീറി. താൻ തിരിച്ചു വീട്ടിലോട്ട് വരുന്ന സമയത്ത് പഠിക്കാൻ ഉള്ളിൽ വീട്ടിൽ പരിശുദ്ധാത്മാവ് നിയോഗം, ഇവിടെ പരസ്യവും നടത്തണം, മുണ്ട് താത്തിടാൻ പറ്റുമോ? കീറിയ മുണ്ട് മടക്കി കൊടുത്തു. താനൊരു പരസ്യവും നടത്തി, ചില രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നടത്താൻ മടിയ. നമ്മളെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തുള്ളുന്നവരെന്നാ. ഇപ്പൊ തുള്ളാനൊന്നും വയ്യ, ഇരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ തന്നെ പറയണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ദൈവമക്കളെ, നമ്മൾ ആത്മാവിൽ ആരാധിച്ച്, ഞാൻ എന്റെ മാതൃ ചർച്ചിലെ ഒരു പാട്ട് പാടി പ്രാട്ടങ്ങോട്ട് തുടങ്ങി, ആരാധന തുടങ്ങി, ഒന്നരയായി. സ്വോത്രാഴ്ചയില്ല, സങ്കീർത്തന പ്രബോധനമില്ല, സാക്ഷ്യമില്ല, ആരാധന തീരുമ്പോ ആശീർവാദം പറഞ്ഞു പോവാ. അങ്ങനെ ആരാധിച്ച ദൈവകൃപയാൽ ഇതുവരെ നിൽക്കാനിടയായത്. ഇപ്പൊ നമ്മൾ അറ്റവും മുറിയും പറഞ്ഞിട്ട് നമുക്കെന്തോ അറിയാം, ഒന്നും അറിയത്തില്ല. നമുക്കെന്തോ അറിയാമെന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ അകത്ത് ആത്മാവ് ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സമാധാനവും പാപബോധവും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിയുടെ വിഷയത്തിന് മറുപടി ഉണ്ടാകുന്നില്ലെങ്കിൽ, ഞാനിവിടെ സ്റ്റേജ് ഇളക്കിയോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് പ്രയോജനകരമാകണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പ്രസംഗിക്കാനുള്ള പ്രാഗൽഭ്യമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഞാൻ വിഷയത്തെ വേഗത്തിൽ ഓടിക്കൊണ്ടുപോകട്ടെ. സദൃശവാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായം 5-ാം വാക്യം എന്ന് വായിക്കേ. നമുക്കെന്തുവാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം? എന്തുവാ? നമ്മൾ ആരെ ഊന്നുന്നത്? പിള്ളേരോട് വല്ലതും പറഞ്ഞാൽ പറയും പപ്പായിക്കൊന്നും, അമ്മയോട് വല്ലതും പറഞ്ഞാൽ പറയും ഞങ്ങളിപ്പോ ജെൻസി പിള്ളേരെ, ഞങ്ങൾക്ക് കാര്യമല്ല. വിശ്വാസികളാണല്ലോ, അപ്പന്മാരും കണക്കാം, മക്കളും കണക്കാം. എന്താ പറയും? ദൈവാസന്മാർ എന്തെങ്കിലും പറഞ്ഞ, പാഷേ ഞങ്ങൾക്ക് നന്നായിട്ട് ഈ കാര്യം വേണേ പാഷേക്കാളും 2 പോയിന്റ് കൂട്ടി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വായിച്ച പുസ്തകം എന്താ പറയുന്നേ? പിന്നെ എവിടെ ഊന്നണം? ഭക്തൻ പറയുന്നു, നിന്റെ ഹൃദയം ആരിൽ ആശ്രയിക്കണം? സ്വന്തം. എനിക്ക് എന്തോ അറിഞ്ഞാലും ഒരു കാര്യമില്ല. അത് വെറും കച്ചിക്ക് നീ പിടിക്കുന്ന പോലെ ഉള്ളൂ. കത്തുന്നതും കാണാം, തീരുന്നതും കാണാം. എന്നാൽ ദൈവാത്മാവിൽ നിറഞ്ഞ് സ്വന്തം വിവേകത്തെ വിട്ട് ദൈവകൃപയിലേക്ക് വന്നാൽ, ആത്മനിറവിൽ ശുശ്രൂഷിച്ചാൽ, ആത്മനിറവിൽ ദൈവവചനം കേട്ടാൽ അത് ക്രിയ നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ ക്രിയ എന്നിൽ നടക്കണം. ഇത് നടന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുകയുള്ളൂ. സ്വന്തം ജ്ഞാനത്തിലോ സ്വന്തം ശക്തിയിലോ മാത്രം ആശ്രയിക്കാതെ, അതിൽ മാത്രം ഉണ്ണാതെ, പിന്നെ എന്റെ വഴിയെ ഹോമയെ പരമേൽപ്പിക്കണം. ദൈവമേ, എന്റെ അവസ്ഥ നീ അറിയുന്നല്ലോ. അതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ കാര്യം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വന്നിട്ട്, കർത്താവുമായിട്ടൊരു അഭേദ്യമേറിയ ബന്ധം അനിവാര്യമാണ്. എന്തിനാ യേശു വന്നത്? യോഹന്നാൻ 10:10 വായിച്ചേ. പിശാച് എന്തിനാ വരുന്നത്? കള്ളൻ എന്തിനാ വരുന്നേ? അപ്പോൾ മരണത്തിന്റെ ഭാഷകളെ ചുറ്റുന്ന എന്തിനാ? എന്നെ മോഷ്ടിച്ച് അറുത്ത് മുടിക്കാനാ വരുന്നേ. എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, എന്റെ സമാധാനത്തെ മുടിക്കാനാ പിശാച് വരുന്നേ. ഇതാ ഞാൻ തിരിച്ചറിയേണ്ടത്. ഈ തന്ത്രങ്ങളെ ഞാൻ തിരിച്ചറിയണം. എന്നാൽ ഇതിന്റെ നടുവിൽ ഭക്തൻ പറയുന്നു അടുത്ത വാക്ക്, എന്നാൽ എന്തിനാ യേശു വന്നത്? അറുത്തു മുടിച്ച് ഇല്ലാതാക്കാൻ തിരിഞ്ഞ അതേ സ്ഥലത്ത് എന്റെ വീണ്ടെടുപ്പുകാരനായ യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനോ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇത് പകൽ പ്രിയ മക്കളെ, എന്തിനാ യേശു വന്നത്? അവൻ മരണഭാഷകളെ അറിയിച്ചിട്ട്. സങ്കീർത്തനക്കാരൻ ചോദിച്ചൊരു ചോദ്യമാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് വരെ കൊടുക്കാനോ ആർക്ക് കഴിയും? അവന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. എന്നാൽ അതേ മരണഭാഷത്തെ ഒരുവൻ അഴിച്ചു, അതേ പാതാള വേദനകളെ ഒരുവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറിയിൽ തൂങ്ങി. 1 പത്രോസ് 2:24 പറയുന്നു, അവൻ എന്റെ വേദനകളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ
അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് മകൾ പ്രിയ മക്കളെ, ഞാൻ ഒരു കാര്യം തിരിച്ചറിയണം. എനിക്ക് ജീവൻ ഉണ്ടാകുക. എന്താ 2:24 വായിച്ചേ? ശ്രദ്ധിച്ചേ, നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവമക്കളെ ഒരുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൺപുറയ്ക്കരുത്. മരണത്തിന്റെ ഭാഷകളെ അവൻ അഴിച്ചറിയണം. എങ്ങനെയാ യേശു മരണത്തിന്റെ ഭാഷകളെ അഴിച്ചേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് എന്തിന് ജീവിക്കേണ്ടതിന്? Live by righteous. നീതിക്ക് ജീവിക്കണം. അടുത്തൊരു പ്രയോഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യാണ്. ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം തന്നൊരു വാക്യമാണ്. നമ്മൾ മരിച്ച് എന്തിന് ജീവിക്കണം? എന്റെ സംസാരം, എന്റെ ജീവിതം, എന്റെ രീതികൾ, എന്റെ ഇടപാടുകൾ എന്തിനുള്ളതാകണം? ഞാൻ നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറി അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരുവൻ എനിക്ക് വേണ്ടി കയറി. എന്തിനാണ് കയറിയത്? എന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, എന്റെ പാപത്തിന്റെ ശമ്പളത്തിന് വേണ്ടി. അവൻ മരണത്തിന്റെ ശാപങ്ങളെ, അവൻ മരണദോഷങ്ങളെ അഴിക്കുവാൻ വേണ്ടി ഒരുവൻ ക്രൂശിന്മേൽ കയറി. അടുത്ത പ്രയോഗം പത്രോസ് വിവരിക്കുന്നു. അവൻ കയറിയത് കൊണ്ട് അവന്റെ അടിപ്പിണരുകൾ എനിക്ക് വേണ്ടി സൗഖ്യമാണ്. ഇവിടെ ഭക്തൻ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പ്രിയ മക്കളെ, നാം നോക്കേണ്ട ഒരിടം ആ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. ആ കാൽവരയിലേക്ക് നോക്കുമ്പോ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളുടെ മേൽ ഒരുത്തൻ തൂങ്ങപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പ്രാണനാഥൻ അവൻ തൂങ്ങിയത് എന്തിനാണെന്നറിയാമോ? എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ്. അവൻ എന്തിനാ തൂങ്ങിയത്? മരണഭാഷകളെ അഴിക്കാൻ വേണ്ടിയാണ്. എന്തിനാ തൂങ്ങിയത്? അവൻ അഴിച്ചു. അഴിക്ക മാത്രമല്ല, അവന്റെ അടിപ്പിണര് കൊണ്ട് എനിക്ക് എന്താ തന്നു? അവൻ സൗഖ്യം തന്നു. ഇന്ന് ദൈവമക്കളെ, ആ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ആ രക്തത്താലാണ് നമ്മുടെ വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഓടിച്ച് അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 10:17-18 ഒന്ന് വേഗത്തിൽ വായിക്കാമോ? യോഹന്നാൻ 10:17-18. എന്റെ ജീവനെ ശ്രദ്ധിച്ചേ, ഇവിടെ യേശു പറയുന്നൊരു പ്രയോഗം നിങ്ങൾ കണ്ണോർന്ന് കേൾക്കേണ്ട, വായിക്കേണ്ട, വരച്ചിടേണ്ട ഒരു പ്രയോഗം. ശ്രദ്ധിച്ചോളൂ, വാക്കായിട്ട് വായിക്കണം. വളരെ ഗൗരവമുള്ളൊരു പ്രയോഗം. ഇവിടെ യേശു പറയുന്ന, നേരിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ്. എന്റെ ജീവനെ. അപ്പൊ യേശു ജീവനെ കളഞ്ഞു തന്നോ? പ്രിയ സഹോദരങ്ങളെ, യേശു ജീവനെ കളഞ്ഞതാണോ? മരണഭാഷങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്താണോ? അല്ല. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അവനെ കൊടുത്തത് കൊണ്ട്. കർത്താവ് കൊടുത്തതാ. യേശുവിനെ പിടിക്കാനാരും വന്നതല്ല. പിടിക്കാൻ വന്നവൻ യേശുവിന്റെ സമയത്താണ് അങ്ങോട്ട് വന്നത്. അതുകൊണ്ടല്ലേ യേശു തന്റെ അടുത്ത് പറ, കുറുക്കനോട് പോയി പറ, ഇന്നും നാളെ ഞാൻ ഇവിടെ ഉണ്ട്, നിനക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ. എന്നാൽ ദിവസമേനെ യേശു പ്രാർത്ഥിച്ചു, ഇത് മാറ്റാൻ പറ്റുമോ കർത്താവ്? ഇതാണ് കഴിയുമെങ്കിൽ ഇത് മാറ്റാൻ ഇല്ല, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. ആ തിരുഹിതം നിവർത്തിക്കപ്പെടുവാൻ ഒരുവൻ കാൽവറി മലയിൽ തൂങ്ങപ്പെട്ടു. അവൻ എനിക്ക് വേണ്ടി ചുടുനിലമായി തൂങ്ങപ്പെട്ടു. അതുകൊണ്ട് ഭക്തൻ പാടിയത്, കാൽവറി മലമേൽ നോക്കുമീ, കാൽവറി മലമേൽ നോക്കുമീ, ചേർന്നിതാ ആടിലേ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ ഓ
നിന്റെ പേർക്കല്ലയോ ക്രൂശ് തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്റെ തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, തള്ള യേശുവിൻ കയ്യിലെ തള്ളയാമേശുവിൻ കയ്യിലെ ഓ രക്ഷിതാവിനെ പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കൽ അതിന്റെ 18-ാം വാക്യം വായിക്കാം. ആരും അതിനെ ശ്രദ്ധിച്ചേ, ആ ഒരു പ്രയോഗം ശ്രദ്ധിച്ചേ. മരണവാസങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയോ? എന്റെ ദൈവത്തിന് അനുവാദമില്ലാതെ ആരും അതിനെ എന്റെ കയ്യിൽ നിന്ന് എടുക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചനം പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന അന്നു സിസ്റ്ററോട്, റോസമാമയോട്, ലീലമാമയോട്, മേരിക്കുട്ടി മാമയോട്, ഡേസി മാമയോട് ദൈവവചനം ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആർക്കും അത് നിന്റെ കയ്യിൽ എന്റെ കയ്യിൽ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. എന്റെ മേൽ ദൈവഹിതമല്ലാത്ത ഒന്നും നടക്കയില്ല. യേശു പറയുന്നൊരു പ്രയോഗമുണ്ട്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ നമ്മളൊന്ന് വിശ്വസിക്ക്, വചനത്തിലൊന്ന് ഉറയ്ക്ക്. എന്നിൽ നടന്നതൊക്കെ ദൈവഹിതം മാത്രമല്ല, ഇന്നും എന്നിൽ നടക്കും ദൈവിക പദ്ധതിയ. അവരുടെ ദോഷങ്ങളെ പരിഹരിക്കണമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും അത് എടുത്തു കളയയില്ല. അടുത്ത പ്രയോഗം ശ്രദ്ധിച്ചേ, ഞാൻ തന്നെ അതിനെ. ഒരു വലിയ വചനവെളിപ്പാടാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ആരും കൊടുക്കട്ട, ദൈവം അനുവദിച്ചിട്ടാണ്. ഈ ഒരു തിരിച്ചറിവാ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ വചനവെളിപ്പാട് എന്താണെന്നറിയാമോ? എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്റെ വീണ്ടെടുപ്പുകാരൻ കൊടുക്കാതെ ഒന്നും പിശാചിന് തൊടാൻ കഴിയില്ല. എന്റെ തലമുറയെ തൊഴണമെങ്കിൽ, എന്റെ കുഞ്ഞിനെ തൊഴണമെങ്കിൽ, എന്റെ ഭവനത്തെ തൊഴണമെങ്കിൽ, എനിക്കൊരു മോശം ഭവിക്കണമെങ്കിൽ എന്റെ പിതാവ് അനുവദിക്കണം. അതുകൊണ്ട് വ്യക്തമായ വചനം ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ തന്നെ അതിനെ. ഈശ്വര, ഇതെന്റെ നാഴികയാ, ഇതെന്റെ നാഴികയാ. പിതാവിന്റെ നാഴിക വരെ ആർക്കും എന്നെ തൊടാൻ കഴിയുകയില്ല. നാം യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ചുടുനിണത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. മരണഭാഷകൾക്ക് എന്നെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ലെന്ന ഈ വാക്കിന്റെ അർത്ഥം. യേശു മരണത്തെ തോൽപ്പിച്ചവനായതുകൊണ്ട്, മരണഭാഷകളെ അഴിച്ചവനായതുകൊണ്ട് ദൈവവചനം പറയുന്നില്ല, നീ ഭയക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതി മാത്രമാണ്. സ്തോത്രം. അടുത്ത പ്രയോഗം എനിക്ക് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ട്. വാക്കിനെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തന്നെ അതിനെ, അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണേ, അതിനെ കൊടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. വീണ്ടും വചനത്തിന്റെ ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചേ. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഓടിച്ചേ. വളരെ ഗ്രഹിക്കേണ്ട ഒരു വാക്യം, ആഴമേറിയ ഒരു ദൈവവചന ചിന്ത. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും. ഞാൻ ആരെയാ സേവിക്കുന്നേ? ആരെയാ മേരിക്കുട്ടി മാമ നമ്മൾ സേവിക്കുന്നത്? ആരെയാണ് ഞാൻ ആരാധിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതി അല്ലാത്തൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന്. അതിനെ കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും. ദൈവജനം കൊടുക്കുന്നപ്പോൾ തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും.
എന്റെ നിമിത്തമേ നിങ്ങൾ വീടിനെയോ മക്കളെ എന്തിനേയും എന്റെ നാമം നിമിത്തം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമല്ല, അത് നേടുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. മരണഭാഷകൾ അഴിക്കുവാൻ അധികാരമുള്ളവൻ പറയുന്നത് അതിനെ തിരിച്ചു മേടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഭൂമിപ്പാലന്മാരെ പ്രസവിക്കുന്ന ഒരു ദിവസം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം, പലരെ നീതിയിലേക്ക് തിരിച്ചവർ ജ്യോതിസുകളെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തെ നോക്കി പട്ടം പാടി ഒരു പാട്ടിന്റെ വരി പറഞ്ഞു പ്രസംഗം അവസാനിപ്പിക്കാൻ ഇങ്ങനെ കാര്യങ്ങൾ ഒത്തിരി ഉള്ളതുണ്ട്. അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ എന്തോ പ്രത്യാശയാണ്. എന്റെ രാഘവേറിയ വചനമാണ്. ഒരു ദിവസം കൊണ്ട് പിരിയുകയല്ല, അന്നും എന്നേക്കും വേർപിരിയാത്തൊരു ദിവസം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയുള്ള അത്യുത്തമം എന്ന് പറയുന്ന ഒരു ദിവസം. അതുകൊണ്ട് ഭക്തം പറയുന്ന ഒരു പ്രഖ്യാപനം പറഞ്ഞ എന്റെ വാക്കിനെ ഓടിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചു, മരണഭാഷകളെ കർത്താവ് അഴിച്ചു. കാരണം മരണം അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. ദാവീദ് മരണഭാഷകളാൽ ചുറ്റപ്പെട്ടവനായിരുന്നു. മരണഭാഷകളാൽ മരണത്തിന്റെ ഭീതിയിൽ അവൻ ഓടി നടന്നത്. എന്നാൽ ക്രിസ്തുവിനെ മരണഭാഷകൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ എന്തിനു കഴിഞ്ഞില്ല? മരണഭാഷകൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. മരണഭാഷകൾ ദൈവത്തിന്റെ പദ്ധതിയെ അവസാനിപ്പിക്കാനും കഴിയുകയില്ല. ഒരു കാര്യം ഓർത്തോ, മരണഭാഷകൾക്ക് എന്തിനെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല? നമ്മിലുള്ള ദൈവിക പദ്ധതിയെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു കാര്യം ഓർത്തോണം, നമുക്ക് കഷ്ടതയും വേദനകളും വെല്ലുവിളികളും പ്രതിസന്ധികളും വരുമ്പോ നമ്മളൊരു പക്ഷെ ഹൃദയത്തിൽ നുറുങ്ങി ചോദിക്കുവായിരിക്കും, വൈ ഗോഡ്, എന്തുകൊണ്ട് കർത്താവ്, എന്തുകൊണ്ട് കർത്താവ്? എന്നാൽ അതിന്റെ നടുവിൽ കഴിയുന്ന നീരെ പരീക്ഷ അനുവദിക്കാൻ ദൈവം പറയും, മകനെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു. മോശ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോഴേ മോശ ദൈവത്തിന് അഡ്രസ് ചോദിക്കുക, ദൈവമേ നീ ആരാണ് ഞാൻ പറയേണ്ടത്? നീ ആരാണ് ഞാൻ പറയേണ്ടത്? അവരെന്നോട് ചോദിക്കും, ആരാ നിന്നെ അയച്ചത്? ഒറ്റ മറുപടി, ദൈവം പറയുന്ന ഒരു മറുപടി, ഐ ആം ഹു ഐ ആം, ഞാൻ ആകുന്നവൻ. വേറെ ഒരു അഡ്രസ്സിന്റെ കാര്യമില്ല. കാരണം ദൈവം എന്റെ ജീവിതത്തിൽ തെളിയിച്ചോളും. എന്റെ ദൈവം ആരാണെന്ന് അവൻ തെളിയിച്ചോളും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ സഭയെ ഉറപ്പിച്ചവൻ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം തെളിയിക്കും. എന്റെ ദൈവം ആരാണെന്ന് മിക്കനായ മോശയോട് പറയും, നീ സംസാരിക്കണ്ട, നിന്റെ കൈ ഞാൻ തന്നിരിക്കുന്ന വാടി നിനക്ക് പകരക്കാരനായി സംസാരിച്ചോളൂ. എന്റെ കഴിവുകേടുകളിൽ, എന്റെ ബലഹീനതകളിൽ, എന്റെ പരിമിതികളിൽ എനിക്ക് പകരം നിന്ന ഒരു ദൈവ സാന്നിധ്യം, എന്നെ ഇന്ന് വരെ കൊണ്ടുവന്ന ഒരു ദൈവ സാന്നിധ്യം, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന്, വൈരിയുടെ കയ്യിൽ നിന്നെ വിടുവിച്ചവന്, അവന്റെ എന്നേക്കുമുള്ളത്. ആ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.